കോൺട്രാക്ട് മാരേജ് ഭാഗം 63 റൈറ്റൻ ബൈ റോസ്. കഥ കേൾക്കുന്നവർ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണം. നാട്ടിൽ നിനക്ക് ആരെയെങ്കിലും പോയി ക്ഷണിക്കാനുണ്ടെങ്കിൽ പറ, നമുക്ക് നാളെ തന്നെ പോയേക്കാം. നാളെ ഞാൻ ലീവാണ്. രാത്രിയിൽ കിടക്കാൻ ഒരുങ്ങുമ്പോഴാണ് ശിവൻ ഭദ്രയോട് അതേപ്പറ്റി പറഞ്ഞത്. അങ്ങനെ വിളിക്കാൻ മാത്രം ഭദ്രയ്ക്കങ്ങനെ ആരുമില്ല. ഉള്ളവരാണെങ്കിലോ ഒരുപാട് അകലെയും. മനസ്സുകൊണ്ടാണെന്ന് മാത്രം. അതൊക്കെ സാഹചര്യം നോക്കി തന്നെ അകറ്റി നിർത്തിയ തൻ്റെ ബന്ധുക്കൾ തന്നെ. കുറച്ചു ദിവസമായി ആളുകളെ വിളിക്കലും ക്ഷണക്കത്തയക്കലുമായി ആകമൊത്തം തിരക്കിലായിരുന്നു എല്ലാവരും. ശിവനെ അതിൽ നിന്നൊക്കെ അവരെല്ലാവരും ഒഴിവാക്കി. അവന് വിളിക്കാനുള്ളവരുടെ ലിസ്റ്റ് കൂടി ഭദ്ര തയ്യാറാക്കി അച്ഛൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. അതുകൊണ്ട് തന്നെ ശിവന് ഒന്നും അറിയേണ്ടി വന്നില്ല. അവൻ ഈ സമയം കൊണ്ട് ഓഫീസിൽ ഒരുവിധം ജോലികളെല്ലാം ഒതുക്കി കഴിഞ്ഞിരുന്നു. കല്യാണത്തിന് മുമ്പും അതിനുശേഷവുമുള്ള കുറച്ച് ദിവസങ്ങൾ അവൻ എല്ലാ തിരക്കുകളിൽ നിന്നും മാറി നിൽക്കാൻ വേണ്ടി കൂടിയായിരുന്നു. എന്താടി പെണ്ണെ ആലോചിക്കുന്നേ? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ നീ? ആ, ഞാനത് ആലോചിക്കുമായിരുന്നു. അർജുനെ ഇതുവരെ വിളിച്ചു പറഞ്ഞിട്ടില്ല. അവനും അവനെപ്പോലെ കുറച്ച് പേരുമല്ലേ എനിക്ക് വിളിക്കാനും പറയാനുമുള്ളൂ. അവനോട് പറഞ്ഞാൽ അവൻ ഇന്നേ ഓടി വരും. എന്തേ ഇതുവരെ നീ പറയാഞ്ഞത്? പെട്ടെന്ന് അവളുടെ മടിയിലേക്ക് തലവെച്ച് കിടന്നവൻ ചോദിച്ചു. അത് പറഞ്ഞാൽ ശിവേട്ടൻ എന്നെ കളിയാക്കരുത്. 1-2 കാര്യങ്ങളുണ്ട്. ഇല്ല, പറ. ഞാൻ ശിവേട്ടനെ സ്നേഹിച്ചു തുടങ്ങിയെന്ന് അവനാണ് എന്നോട് ആദ്യം പറഞ്ഞത്. ശിവനാണോന്ന് പോലെ അവളെ നോക്കി. അവനെങ്ങനെ? അതൊക്കെ അവന് മനസ്സിലായി. ചുഴുന്നെടുക്കാൻ അവൻ മിടുക്കനാ. ശിവനും അത് പറഞ്ഞപ്പോഴാണ് അവളെ അന്ന് ഹോസ്പിറ്റലിലാക്കിയപ്പോൾ ഉള്ള അർജുൻ്റെ പെരുമാറ്റം ഓർമ്മ വന്നത്. അന്ന് തൻ്റെ മനസ്സറിയാനാകും അവൻ തന്നോട് മാറിയും മറിച്ചും ഓരോന്ന് ചോദിച്ചത്. ഇപ്പോഴല്ലേ മനസ്സിലായത്. ശിവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. നീ ഇതുവരെ പറഞ്ഞില്ലല്ലോ അവനോട് മറ്റൊന്നും? ഇല്ല. അത് പറയുമ്പോൾ ഭദ്രയുടെ മനസ്സിൽ വല്ലാത്തൊരു പേടി നിറഞ്ഞു. അർജുൻ ഇപ്പോൾ ഡൽഹിയിലാണ്. അവൻ ജോലി ചെയ്യുന്ന ഓഫീസിൻ്റെ മറ്റൊരു ബ്രാഞ്ചിലാണിപ്പോൾ അവന് ജോലി. അതും ഡൽഹിയിൽ. അവൻ പോയിട്ടിപ്പോൾ കുറച്ച് മാസമായി. അവനെ ഉടനെ ഇങ്ങോട്ട് ഓഫീസിലേക്ക് വരും. അതുവരെ നാട്ടിൽ പോലും വരാതെ നിൽക്കുമാണ് അവിടെ. അർജുൻ അവിടെ നിൽക്കുന്നത് കൊണ്ട് ഭദ്രയുടെ ജീവിതത്തിൽ അവൻ പോയിക്കഴിഞ്ഞ് നടന്നതൊന്നും അവൻ അറിയില്ല. ഭദ്ര മനഃപൂർവ്വം അവനോട് പറയാഞ്ഞതാണ്. തനിക്ക് സംഭവിച്ചതൊക്കെ അറിഞ്ഞാൽ അവൻ ഒരിക്കലും അടങ്ങിയിരിക്കില്ല. നാട്ടിലേക്ക് ഓടി വരും. പിന്നെ അവൻ എന്താണ് ചെയ്യുകയെന്ന് പറയാൻ കഴിയില്ല. അവൻ ഒരിക്കലും ക്ഷമിക്കില്ല, സഹിക്കില്ല. തനിക്ക് എന്തെങ്കിലും പറ്റിയെന്നറിഞ്ഞാൽ. എന്നെ അവന് ജീവനാണ്. എനിക്കെന്തെങ്കിലും വയ്യാന്നറിഞ്ഞാൽ അവനെല്ലാം ഇട്ടറിഞ്ഞ് ഓടി വരും. അത് മനസ്സിലാക്കി തന്നെയാണ് ഒന്നും അവനെ അറിയിക്കാതിരുന്നത്. ഇപ്പോൾ പക്ഷേ പേടിയാണെന്ന് തോന്നുന്നത്. തൻ്റെ ജീവിതത്തിലെ എല്ലാം അവനറിയാം. നല്ലതും ചീത്തയും എല്ലാം തന്നെ അവനറിയാതിരുന്നിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ ഇത്രയും കാര്യങ്ങൾ നടന്നിട്ട് അവനോട് പറഞ്ഞില്ലെന്നറിയുമ്പോൾ, പറഞ്ഞിരുന്നേൽ അവൻ്റെ ജീവിതം പോലും നോക്കാതെ വരുമെന്നുള്ള പേടിയാണ്. ഇപ്പോൾ എല്ലാം ഒളിച്ചു വെച്ചതിൻ്റെ പേടിയാണ്. നിനക്ക് പേടിയുണ്ടോ അവൻ നിന്നോട് പിണങ്ങുമെന്ന്? ഇപ്പോൾ ശിവന് പഴയ കുശുമ്പില്ല. ഭദ്രയ്ക്ക് അർജുൻ ആരാണെന്നും അവൾക്ക് അർജുൻ ആരാണെന്നും ശിവന് അറിയാം. അതുമാത്രവുമല്ല, ഭദ്ര ശിവൻ്റെ മാത്രമായി മാറിയല്ലോ. അതുകൊണ്ടിനി അങ്ങനെയുള്ള പേടികളൊന്നും അവൻ്റെ മനസ്സിലില്ല. അതുകൊണ്ട് തന്നെ അവനിപ്പോൾ അർജുൻ്റെ പേര് കേൾക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നും തോന്നാറില്ല. അർജുനോട് നമുക്കെല്ലാം പറയാം. അവന് മനസ്സിലാകും നിന്നെ. മനഃപൂർവ്വമല്ലല്ലോ, നീ പറഞ്ഞത് കൊണ്ടാ. അല്ലേ ഞാൻ പറഞ്ഞേനെ. എനിക്ക് വേണ്ടി അവൻ്റെ ജീവിതം പോകുന്നത് എനിക്ക് കാണാൻ കഴിയില്ല ശിവേട്ട. അവൻ്റെ ജീവിതമാണ് അവൻ്റെ ജോലി. അതെല്ലാം ഇട്ടെറിഞ്ഞ് നാട്ടിൽ വന്നാൽ എനിക്ക് തന്നെ അതൊരു കുറ്റബോധമാകും. എനിക്ക് വേണ്ടി ഒരുപാട് സഹായങ്ങൾ ചെയ്തു തന്നവനാ. കടപ്പാടുകളുടെ ഒരു കൂമ്പാരം തന്നെയുണ്ട്. അവൻ്റെ കരിയർ നശിക്കാതെ നോക്കേണ്ടതപ്പോൾ ഞാനല്ലേ. അങ്ങനെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടിയതുകൊണ്ടാണ് ഈ നിമിഷം വരെ അവനൊന്നും അറിഞ്ഞിട്ടില്ല. ഇനിയും പറയാതെ ഇരിക്കാനും കഴിയില്ല. കഴിഞ്ഞ ദിവസം കൂടി വിളിച്ചപ്പോൾ ചോദിച്ചതാ, കോൺട്രാക്റ്റ് കഴിഞ്ഞില്ലേ, ഇനി എങ്ങനെയാണ് കാര്യങ്ങളെന്ന്. അവനറിയാം ഈ കോൺട്രാക്റ്റൊന്നും അത്ര വേഗം അവസാനിക്കില്ലെന്ന്. മറുപടിയായി പക്ഷേ ഒന്നും മിണ്ടിയില്ല. ഇവിടെയുള്ളവരുടെ മാറ്റങ്ങളൊക്കെ, പ്രത്യേകിച്ച് ശിവേട്ടൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ തന്നെ അവന് മനസ്സിലായി കാണും ഇനി ഏത് രീതിക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്ന്. എല്ലാം അറിഞ്ഞിട്ടും ഒന്നും അറിയാത്തതുപോലെ ചോദിക്കുന്നതാവും. തന്നെ ചിരിക്കാതെ എന്നോട് കൂടി പറ, എന്താ ഇപ്പോൾ ആലോചിച്ചതെന്ന്? ഒന്നുമില്ല മനുഷ്യ. അവനറിയാം നമ്മൾ തമ്മിൽ പിരിയാനൊന്നും പോകുന്നില്ലെന്ന്. എല്ലാം അറിഞ്ഞിട്ടും അറിയാത്തതുപോലെ അവൻ പെരുമാറുന്നതാണ്. എൻ്റെ വായിൽ നിന്ന് തന്നെ സത്യങ്ങളെല്ലാം കേൾക്കാൻ വേണ്ടി. അതെ, കല്യാണത്തിൻ്റെ കാര്യം അവനോട് എങ്ങനെയാണ് പറയുന്നത്? ഇനി വൈകിയാൽ അത് വലിയ പിണക്കമാകും. അവനെപ്പോലെയുള്ള ഒരാളുടെ സ്വഭാവം വെച്ച് നിന്നെ അത്രയ്ക്കിഷ്ടമാകുമ്പോൾ എല്ലാം ലാസ്റ്റ് മിനിറ്റ് പറഞ്ഞെന്നൊക്കെ കരുതും. നാളെ ഒന്ന് വിളിക്കട്ടെ, എന്നാ നാട്ടിലേക്കെന്ന് ചോദിക്കാം. കഴിഞ്ഞ ദിവസം പറഞ്ഞത് അടുത്ത ദിവസം വരുമെന്നാ. വരുമ്പോൾ ആദ്യം ഇങ്ങോട്ട് തന്നെ വരും എന്നെ കാണാൻ. ശിവേട്ടൻ കൂടി വേണം ഇവിടെ. അതൊക്കെ ഞാൻ കാണും.
സംസാരിക്കുന്നതിനിടയിൽ ശിവൻ പെട്ടെന്ന് അവളുടെ വലതുകരം തൻ്റെ കയ്യിലെടുത്ത് അതിൽ അവൻ്റെ ചുണ്ടുകൾ പതിപ്പിച്ചു. ഭദ്ര ഒരു പിടച്ചിലോടെ അവൻ്റെ കയ്യിൽ നിന്ന് തൻ്റെ കൈ വിളിക്കാൻ ഒരുങ്ങിയതും അവനത് മുറുകെ പിടിച്ചു. അവൻ്റെ നോട്ടം അവളുടെ കണ്ണുകളിലേക്കാണ്. മുഖമാകെ നാണം കൊണ്ട് ചുമന്ന് കയറിയിട്ടുണ്ട്. ഇപ്പോൾ അവളെ കണ്ടാൽ മറ്റൊരു സൗന്ദര്യമാണ് അവളുടെ മുഖത്ത്. നിന്നെ ഇപ്പോൾ കാണുമ്പോൾ എനിക്കെന്താ തോന്നുന്നതെന്ന് അറിയാമോ പെണ്ണെ? നിന്റെ ഈ ചുമന്ന കവിളുകൾ കടിച്ചെടുക്കാൻ തോന്നുക. ശിവൻ പറയുന്ന കേട്ട് പെടുന്നനെ അവളുടെ മുഖം മാറി. അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ മറ്റങ്ങ് നോട്ടം പായിച്ചവൾ. കടിച്ചെടുക്കട്ടെ ഞാൻ നിന്റെ കവിളുകൾ? ചെറിയ കുട്ടികളുടെ കവിളിൽ പിടിച്ചു വലിക്കുന്നത് പോലെ അവളുടെ കവിളിൽ പിടിച്ചു വലിച്ചു വിട്ട് ആണ് ചോദിക്കുന്നത്. ഭദ്ര ഒന്നും മിണ്ടിയില്ല. ഈ മൗനം അതെന്നെ കൊണ്ട് പലതും ചെയ്യിക്കും കേട്ടോ. നിന്നെ ഇങ്ങനെ നോക്കിയിരിക്കാൻ തന്നെ എന്ത് രസമാണെന്നോ. ശിവൻ അവളുടെ മടിയിൽ നിന്ന് ഉയർന്നു പൊങ്ങി അവൾക്ക് നേരെയിരുന്നു. ഇപ്പോൾ രണ്ടാളും ബെഡിലിരിക്കുവാണ്. ഭദ്ര അവനെ തന്നെ നോക്കിയിരിക്കുവാണ്. അവളുടെ മുഖത്ത് ചെറിയൊരു ചിരിയുണ്ട്, അവന് മാത്രം കാണാവുന്ന വിധം. അവനെ വശീകരിക്കും വിധമൊരു നോട്ടമാണ്. ശിവനും തിരികെ അങ്ങനെ തന്നെ. ഇങ്ങനെ നോക്കല്ലേ കൊച്ചേ, എൻ്റെ ചങ്ക് കത്തുന്നു. മറുപടി പോലെ അവളൊന്ന് ചിരിച്ചു. ശിവൻ്റെ നോട്ടവും സംസാരവും അത്രമേലെ അവളെ കീഴ്പ്പെടുത്തി കളയും പോലെ. അവളുടെ നെഞ്ച് ശക്തമായി മിടിക്കാൻ തുടങ്ങി. ശിവൻ ഇരു കൈകൊണ്ടും അവളുടെ കവിളുകൾ പൊതിഞ്ഞു പിടിച്ചു. എനിക്കും നിനക്കുമിടയിൽ ഇങ്ങനെയൊരടുപ്പം ഒരിക്കലും ഉണ്ടാകില്ലെന്ന് കരുതിയ ഒരാളാണ് ഞാൻ. പക്ഷേ ഇപ്പോൾ നീ എൻ്റെ അടുത്തുള്ള ഓരോ നിമിഷവും നിന്നിലേക്ക് എന്നെ വലിച്ചടുപ്പിക്കുകയാണ്. എന്തോ ഒരു കാന്തിക ശക്തി പോലെ. എൻ്റേതായ ഒന്നെങ്കിലും നിന്നിൽ വേണമെന്ന് നീ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ കാത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ നിമിഷം നിന്നെ ഞാൻ സ്വന്തമാക്കിയേനെ. ഇനിയും അകറ്റി നിർത്തിയിരിക്കാൻ എനിക്ക് കഴിയില്ല. ഇപ്പോൾ ഈ നിമിഷം സ്വന്തമാക്കാൻ തോന്നുകയാണ്. എല്ലാ അർത്ഥത്തിലും എൻ്റെ പെണ്ണായി, എൻ്റെ ഭാര്യയായി, എൻ്റെ കാമുകയായി. ഭദ്രയുടെ കണ്ണുകൾ ചുമന്ന് കലങ്ങി. അവൻ പറയുന്നതൊക്കെ അവളെ ഒരുപാട് സന്തോഷിപ്പിക്കുന്നുണ്ടായിരുന്നു. അവനോടുള്ള പ്രണയം തൻ്റെ മനസ്സിൽ മൊട്ടിട്ടു തുടങ്ങിയ നിമിഷം മുതൽ ആഗ്രഹിച്ചതും പ്രാർത്ഥിച്ചതും എന്നെങ്കിലും തിരികെ ഒരല്പമെങ്കിലും സ്നേഹമെങ്കിലും തന്നോടുണ്ടാവുമെന്നാണ്. മനസ്സ് കൂടുതൽ കൂടുതൽ അവനോട് അടുക്കുമ്പോഴും ഭയമായിരുന്നു. അവൻ തൻ്റെ സ്നേഹം തിരിച്ചറിയാതെ പോയാൽ എഗ്രിമെൻ്റ് കാലാവധി കഴിയുമ്പോൾ സ്വാഭാവികമായും അവൻ തന്നോട് പിരിയാമെന്ന് പറയും. അങ്ങനെ പറയുന്ന നിമിഷം എങ്ങനെ അതിൽ നിന്നൊക്കെ കര കയറുമെന്ന് ആലോചിച്ചു. എത്രയോ രാത്രികൾ കരഞ്ഞു തള്ളി നീക്കിയിട്ടുണ്ട് ഉറങ്ങാതെ. ഒരു ചുമരിനപ്പുറം അവനുണ്ടെന്നുള്ള ആശ്വാസത്തിൽ. ഒരാളുടെ ഉള്ളിൽ ഉണ്ടാവുകയും മറ്റൊരാൾക്കത് തിരികെ കിട്ടാതെ വരികയും ചെയ്താൽ സഹിക്കാൻ കഴിയില്ല. അതിനോളം വലിയൊരു വേദനയില്ലെന്ന് തോന്നും. സ്നേഹം പലപ്പോഴും അങ്ങനെയാണ്. ഇനി ഒരിക്കലും അത് കിട്ടില്ലെന്ന് കൂടി അറിഞ്ഞാൽ എന്നും അതൊരു വലിയ നഷ്ടമായി ഹൃദയത്തെ നോവിച്ചുകൊണ്ടിരിക്കും, നമ്മുടെ മരണം വരെ. പരസ്പരമുള്ള സ്നേഹം, അതിൽ നിന്നൊരു വിവാഹം, അതൊക്കെ ഒരു ഭാഗ്യം തന്നെയാണ്. ഒന്നും ബാക്കി വയ്ക്കാതെ എല്ലാം നമ്മളോട് കൂടി തന്നെ ഉണ്ടാവും. നഷ്ടപ്രണയത്തിൻ്റെ വേദനയോ തിരിച്ചു കിട്ടാത്ത സ്നേഹത്തിൻ്റെ വിങ്ങലോ മനസ്സിൽ ഉണ്ടാവില്ല. ശിവൻ മെല്ലെ അവളുടെ കവിളിനടുത്തേക്ക് തൻ്റെ മുഖമടുപ്പിച്ചു. ഭദ്ര കണ്ണുകളടച്ച് അവനെ ഇറുകിപ്പുണർന്നു. അവനെ അകറ്റി നിർത്താൻ അവൾക്കാകുമായിരുന്നില്ല. ശിവൻ്റെ പല്ലുകൾ അവളുടെ കവിളിലേക്ക് ആഴ്ന്നിറങ്ങിയ നിമിഷം ഭദ്ര അവനെ തള്ളി മാറ്റി. ആ എന്ത് പണിയാ കാണിച്ച്? ഞൊടിയിരിയിൽ അവളുടെ ഭാവം മാറി. ബെഡിൽ കിടന്ന് തന്നെ നോക്കി ചിരിക്കുന്നവനെ കണ്ടതും രൂക്ഷമായൊരു നോട്ടമായിരുന്നു. കവിള് മുറിഞ്ഞെന്നാ തോന്നുന്നത്. വല്ലാത്തൊരു നീറ്റൽ. ഏയ് അത്രയ്ക്കൊന്നുമില്ല, അവനൊരു നിസ്സാരമട്ടിൽ പറഞ്ഞതും ഭദ്ര വേദന കൊണ്ട കവിളിൽ കൈവച്ചു. അവൻ പതിയെ കടിക്കുമെന്നാണ് അവൾ കരുതിയത്. കടിക്കുമെന്ന് പറഞ്ഞാലും ഉമ്മ വെക്കാനാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നിടത്ത് പെട്ടെന്നുള്ള കടി. അതും ഒട്ടും മയമില്ലാതെയാണ് കടിച്ചിരിക്കുന്നത്. ഞാൻ പോകുക. നിങ്ങളുടെ കൂടെ ഇരുന്നാൽ ശരിയാവില്ല, വേദനിപ്പിക്കും. അയ്യോ പോകല്ലേ, ഇവിടെ ഇരിക്കു പെണ്ണെ. എഴുന്നേറ്റ് പോകാൻ ഒരുമേലെ കയ്യിൽ പിടിച്ചു വലിച്ച് അവൻ്റെ അടുത്തേക്കിരുത്തി. കുതിരയോടാൻ ഒരുങ്ങിയവളുടെ കഴുത്തിലൂടെ കൈയിട്ട് തൻ്റെ ദേഹത്തേക്ക് അടുപ്പിച്ചിരുത്തി. ഭദ്ര അനങ്ങാതിരിക്കുവാണ്. ശിവൻ അവളുടെ പുറകിലായാണ് ഇരിക്കുന്നത്. അവൻ പിടിച്ചു വെച്ചിരിക്കുന്നതുകൊണ്ട് എഴുന്നേറ്റ് പോകാനും അവൾക്ക് പറ്റില്ല. അവളൊന്നും മിണ്ടാതെ ഇരിക്കുവാണ്. അവൾക്ക് കവിളിൽ നല്ല വേദനയുമുണ്ട്. ശരിക്കും ഇങ്ങനെ കടിക്കുമെന്ന് കരുതി കടിച്ചതല്ല. കണ്ടപ്പോൾ കയ്യിൽ നിന്ന് പോയതാണ്. നന്നായിട്ട് വേദനിച്ചല്ലേ? ഇല്ല, നല്ല സുഖം, ഒട്ടും വേദനയില്ല. അവൾ കളിയാക്കം പോലെ പറഞ്ഞതും ശിവൻ മെല്ലെ ചിരിച്ചു. ഞാനൊരെണ്ണം തരട്ടെ? എൻ്റെ പെണ്ണെ ചതിക്കല്ല്, പുറത്തിറങ്ങേണ്ടതാണ്. നിന്റെ പല്ലിൻ്റെ അടയാളം കവിളിൽ ഇങ്ങനെ തെളിഞ്ഞു കിടക്കുന്നത് ആരെങ്കിലും കണ്ടാൽ പിന്നെ അത് മതി. പിന്നെ പുറത്തേക്ക് ഇറങ്ങേണ്ടി വരില്ല. ഒന്നാമതേ ഞാനൊരു സ്ത്രീ വിരോധിയാണെന്നാണ് എല്ലാവരും കരുതുന്നത്. അതിനിടയ്ക്ക് ഇങ്ങനെ ഒന്ന് കിട്ടാൻ കാത്തിരിക്കുക, പിന്നെ അതൊരു ന്യൂസ് പോലുമാകും. നമ്മുടെ കെട്ടും കഴിവരെ നീ ഒന്ന് ക്ഷമിക്കേ. അത് കഴിഞ്ഞിട്ട് നീ എന്തു വേണേൽ ചെയ്തോ, എനിക്കൊരു കുഴപ്പവുമില്ല. ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ പറഞ്ഞോളാം എൻ്റെ കെട്ടിയോൾ തന്ന സമ്മാനമാണെന്ന്. ഈ കവിളിൽ കാണുന്ന അടയാളം.
ശിവൻ്റെ സംസാരം കേട്ട് മറ്റെല്ലാം മറന്ന് ആ നിമിഷം ഭദ്ര ചിരിച്ചുപോയി. അതുവരെ തൻ്റെ കവളിലുണ്ടായിരുന്ന വേദന പോലും അവൾ ആ നിമിഷം മറന്നു പോയിരുന്നു. പെടുന്നതിന് ശിവൻ അവളെ സ്നേഹത്തോടെ വരിഞ്ഞു മുറുക്കി, തൻ്റെ എന്ന പോലെ. ഇന്നലത്തെ പാട്ടിൻ്റെ കമൻസൊക്കെ കണ്ടു. ഒരുപാട് സന്തോഷം. ഡെയിലി ഇടുന്ന എല്ലാ പാട്ടിനും ഇതുപോലെ കമൻസ് ഇടണം. ഞാൻ മറുപടി ഇട്ടേക്കാം. താങ്ക് യു.